ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളെയാണ് നോമ്പ് അല്ലേ? മാസം കണ്ടില്ലാലോ ഇന്നാവാൻ. ഇപ്പോൾ പൊലിച്ചക്ക് നോമ്പാണ്. നമ്മളെ വീട്ടിലെ ജമീല ഇന്നലത്തോടു കൂടെ പോയിട്ടോ. ജമീല വളരെ നല്ല ഒരാളായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ നിൽക്കേണ്ട ഒരു സീനൊക്കെ ഉള്ളത് കൊണ്ടും വേറെ എന്തോ കുടുംബത്തിലൊരാൾക്ക് സുഖമില്ലാത്തത് കൊണ്ടും അങ്ങനെ അവർക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ പോയതാണ്. നമുക്കിനി ഒരാൾ പുതിയ വരുന്നുണ്ട്. ഇന്നോല് വരും. ഒരു ഉമ്മയാണ്, പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളെ ഫുഡൊക്കെ നിങ്ങൾക്ക് പിടിക്കുമോ മോനെ എന്നൊക്കെ ചോദിച്ചിരിക്കുക. എന്തായാലും നോക്കി നോക്കട്ടെ. അപ്പോൾ ഉമ്മ വരും ഇന്ന്. ഉമ്മയും മോളും കൂടിയായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഒരു ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ച് മോള് നാളെ പോവുക, അങ്ങനെ എന്തോ ആണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി പുതിയ ആൾ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. മിന്നു അങ്ങ് പോയതാ. മിന്നുവിൻ്റെ അവിടെയുള്ള ഇന്ന് രാത്രി അങ്ങ് പോയത്. ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരണം. ഇവിടെ എന്തെല്ലോ സെറ്റിങ്സ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിക്ക്. ഇത് കട്ടിൽ ഞാൻ വാങ്ങിക്ക്. മടക്കുന്ന കട്ടിലാണ് കേട്ടോ. ഇത് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന കട്ടിലാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ കട്ടിൽ വാങ്ങി ഇവിടെ സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മടക്ക് കട്ടിൽ നല്ല സ്ട്രോങ് ആണ്, ഇരുമ്പിൻ്റെ ആണ്, ഒന്നും ആയിപ്പോവൊന്നുമില്ല. ഇതാ ഷെയറാണ്. അമ്പട പപ്പട 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 പപ്പട. എമിക്കോട്ടൻ ഇപ്പം തീരെ നിലത്ത് നിൽക്കുന്നില്ല ഗൈസ്. അവനിപ്പോൾ ഇങ്ങനെ എത്തി നക്കണം. എറ്റിങ്ങനെ എടുക്കണം. അതിൻ്റെ നിങ്ങളൊന്ന് ഉപദേശിക്കുവാനാ വീഡിയോ കാണുന്നു. നിങ്ങളൊന്ന് എമിവാവേനൊന്ന് ഉപദേശിക്ക്. എമിവാവേ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, ഇവിടെ ഞങ്ങൾക്ക് കുറേ ജോലികളൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് താഴത്തൊക്കെ നിൽക്കണം എന്നൊന്ന് ഉപദേശിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ വീട്ടിലേക്ക് പുതിയ അതിഥികൾ വരികയാണ്. ഇവിടുത്തെ ജോലി കാര്യങ്ങൾക്കൊക്കെ ജമീല പോയി. പകരം വരുന്നത് മറ്റൊരാളാണ്. എന്ത് പേരാ ഇടുക എന്നുള്ളവരോട് വന്നിട്ട് നോക്കാം നമുക്ക്. ലവിന്നോ ഒരു പാലക്കാട് നിന്ന് വരികയാണ്. ഇനി മുതൽ ഞങ്ങൾ പാലക്കാട്ടായിട്ട് കേട്ടോളിയേ നല്ല വാക്കായിരിക്കും. എമിയാവേനി കേട്ടോളിയേ എന്നൊക്കെ പറയാ കേട്ടോ. അല്ലേ എങ്ങനെയാണ് പോലെ എന്തോ ഒരു ഭാഷയുണ്ട് പാലക്കാട് സ്ലാങ്. നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ അവർക്ക് ഉണ്ടാക്കുന്ന അറിയാം. ഇപ്പോൾ ഓരോ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആൾ കോഴിക്കോട് ഭക്ഷണം പഠിപ്പിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. പാലക്കാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞങ്ങൾ ഇന്നോല് വരുന്ന ഇപ്പോൾ പിന്നെ 2-3 ആൾ വരുന്നുണ്ട്. ഓല് മോളും മൂപ്പറും ഇത്താൻ്റെ മോളും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഉമ്മാനെ കൊണ്ടാക്കാൻ മോള് വരികയാണ്. അപ്പോൾ മോള് ഇന്നോട് ഓല് വന്നിട്ട് രാവിലെ അങ്ങ് പോകും. അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി മുതൽ നമുക്ക് പാലക്കാട് ഫുഡ് അയക്കും എമ്മിക്കുട്ട. അപ്പോൾ ഞങ്ങളിവിടെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മീനൊക്കെ നല്ല വൃത്തിയിൽ ഞാൻ ഫ്രീസറിലാക്കണ്ടേ മോളെ. ഇതൊക്കെ കുറേ കൊല്ലമായി തുടങ്ങിയിട്ട്. ഞാനീ പഠിപ്പിക്കുന്നേ നമ്മളൊരു മീൻ പരക്കെന്ന് പറഞ്ഞൂടാ. എന്ത് എന്ന് പറഞ്ഞോ? അത് പോട്ടെ. എന്നെ എമ്മിവാവേനെ ഇനി വപ്പിച്ചണ്ട കേട്ടോ. എമ്മിവാവേനെ ഞാനെന്താക്കിക്ക് ഇതാ നല്ല ആന ചവിട്ടിയ കറിയാട്ടോ. ഇത് ആന ചവിട്ടിയല്ല ഇത്. ഇത് ഞാൻ ഉണ്ടാക്കിയാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടതാ കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ കാബേജ് ഉപ്പേരി വെക്കണം ഇവിടെ. അതിനുള്ള കാബേജ് ഇതിലുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ടാസ്ക്. ഇന്ന് നേരം വെളുത്തേരം തൊട്ട് തലവേദനയായിട്ടൊരു രക്ഷയില്ലേ. ഇപ്പം ലേശം ഒന്ന് കുറഞ്ഞു കേട്ടോ. അതാണ് ഓരോ ജോലി ചെയ്യുമ്പോൾ എന്താക്കുക, അരികി അടുപ്പത്തിടുന്ന അല്ലേ. അപ്പോൾ അരികി അടുപ്പത്തിട്ടെ. ആദ്യത്തെ ദിവസം തന്നെ തെറാവിക്ക് പോകാനാവാത്ത ഭയങ്കര ഒരു വിഷമം ഉള്ളിലുണ്ട്. എന്ത് ചെയ്യാനാ, ഓരിപ്പോൾ കൂട്ടാൻ പോകണ്ടേ. കാരണം ഓര് വരുന്നുണ്ട്. ഓരോ കൂട്ടാൻ ഇപ്പോൾ കോഴിക്കോട് പോകണം. അങ്ങനെ 2 സ്ത്രീകൾ വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ തെറാവിക്ക് പോയാൽ ഇപ്പോൾ ഇടങ്ങാറാവുമല്ലോ. ഇന്നത്തെ തെറാവി മിസ്സാണ്. അതിൻ്റെ വല്ലാത്തൊരു വിഷമം മനസ്സിലുണ്ട്. ഒരു തെറാവിയോ മിസ്സാക്കലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തിന്നൽ ലേശം കൂടിപ്പോയാൽ ചില തെറാവികൾ ഞാൻ അറിയാതെ മിസ്സായി പോവാറുണ്ട്. യാ അല്ലാ എന്ന് പറഞ്ഞങ്ങ് വീഴുകയാണല്ലോ ചെയ്യുക. പിന്നെ അനങ്ങുവാനാകാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഇന്ന് നോമ്പിന് അതൊന്ന് കുറക്കണമെന്നുണ്ട്. ലേശം കലക്കിയ വെള്ളം കുടിക്കലൊന്ന് കുറക്കണം. അതെന്നാ അന്ന് ഇപ്പം തീരുമാനിട്ട ഇനി ഒരുപാട് കാലത്തിന് ശേഷം മിന്നു അരിയോഗി അടുപ്പത്തിടുകയാണ് കേട്ടോ. അടുപ്പത്തല്ല, കലത്തിൽ. ഞാനെണ്ണോ നല്ല പൊന്നി അരിയാണ്. കൈ തയ്പണ്ടേ.
ചെറിയ വെച്ചിട്ട് മറ്റേ ഐസ് വെച്ചിക്കല്ലേ എന്തിന് ഇവള് ഇനി ഐസ് വെച്ചിട്ട് ചിടക്കിടക്ക് കൈ പൊള്ളിക്കണം പൊള്ളിയാവേ ഐസ് എടുക്കേണ്ട ആവശ്യം വരും. അതിനാണല്ലോ അത്. ഞാൻ ഇടണോ? ഗൈസ് ഇതാ കനകുന അരിഞ്ഞിട്ടിരിക്കുകയാണ് ക്യാബേജ്. ഇതിൻ്റെ മിതത്തിൽ അരിയെന്ന് എനിക്കറിയാം. കറക്റ്റ് ഒന്നിനുള്ളതാണ് കേട്ടോ. ഓക്കെ, അതെ. അപ്പോൾ പുതിയ പിന്നെ ആള് വരുന്നതുകൊണ്ട് മിന്നു സ്റ്റീലിൻ്റെ ബസ്സിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല നിറമുള്ള കുറച്ച് പ്ലേറ്റ് എടുത്ത് വെച്ച് കിട്ടോ. മാഷാ അല്ലാ. അങ്ങനെയെങ്കിലും ഓളെ ബസ്സിയല്ലോ ഒന്ന് ഒഴിവാക്കിയല്ലോ. ഒഴിവാക്കിയ ബസ്സി അല്ലെങ്കിൽ അന്നേ കിട്ടോ. സ്റ്റീലിന് ഇപ്പം നല്ല വിലയാ. അത് ഞാൻ മുറിച്ചിടണില്ല. ഇനി അടവൊക്കെ ഇടപെടല്ല. അതിന് അന്നേ ഇനി ഇല്ല ഇടപെട്ട അതിൻ്റെ ടേസ്റ്റ് കുറയും. അടുത്ത് കരിഞ്ഞിടുക. ആ നിറം തരക്കാടില്ല അതേനോ. അങ്ങ് വിറ്റിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ എനിക്ക് ഒരു ഷർട്ടാറ്റോ. ഗൈസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഇത്താനെ കൂട്ടാൻ വന്നതാണ് കേട്ടോ, പാലക്കാട് നിന്ന്. അതെ, മിന്നും കുഞ്ഞനും ഉണ്ട്. കുഞ്ഞൻ ഉറങ്ങിപ്പോയിക്ക്. പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ വഴിയൊന്നും വലിയ നിശ്ചയം ഉണ്ടാവില്ലല്ലോ അല്ലേ. ഫുഡൊക്കെ നമ്മളവിടെ ആക്കിയേക്ക്. ഞവലെയും കൂട്ടി ഉമ്മയും മോളും പിന്നെ കുഞ്ഞനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി വരികയാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ് നമ്മൾ പൽച്ചക്കണീച്ചാണ് അത്താഴമാണ് ആണ് കേട്ടോ ഇത്. എല്ലാവരും അപ്പുറത്തുണ്ട്. ഇത്തയും തനമോളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുത്ത് ഓല് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എമിക്കുറ്റ പൊളിച്ചൊക്കെ നീച്ചാണേ. എമിക്കുറ്റ പൊളിച്ചൊക്കെ നീച്ചാൽ നോമ്പ് എടുക്കണം കേട്ടോ. നീ നോമ്പുണ്ടോ? നെവൈത്ത് അല്ലനോ? അടക്കി നിർത്തുന്നതാ. നാളെ ആളില് ലൈറ്റിടണ്ട. ടോര് പോവാനോ? ലൈറ്റ് കണ്ടില്ലാതെ തന്നെ കിടക്കും. നോക്ക നാളെ അങ്ങനെ നടക്കുമെന്ന്. പൊളിച്ചൊക്കെ എണീച്ചിട്ട് ചോറും തിന്നിട്ട് ബാങ്ക് കൊടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ആ ഇരുത്തണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ രസം അല്ലേ. ഉറങ്ങിയാൽ പിന്നെ സുബൈക്ക് എണീക്കുവാനും ആകുകയല്ല, ഉറങ്ങാട്ട് നിൽക്കുവാനും ആകുകയല്ല എന്ന് പറഞ്ഞ അവസ്ഥ. ഞാൻ ഉറങ്ങലില്ല. ചോറ് നിന്ന് ഉറങ്ങിയാൽ പിന്നെ, കാരണം കുറഞ്ഞ സമയം 3 മണിക്കൂറേ ഉറങ്ങിക്കുള്ളൂ. അപ്പം പെട്ടെന്ന് ഉറങ്ങി കിട്ടുമല്ലോ. അപ്പോൾ സുബൈ വരെ ഇങ്ങനെ ഉറങ്ങാതെ നിൽക്കുക. എൻ്റെ അതേ സീനുള്ള ആരെങ്കിലും ഉണ്ടാ? പിന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ തുറയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നോമ്പ് എല്ലാവരും ഉഷാറല്ലേ, ഹാപ്പി അല്ലേ? പിന്നെ എന്നാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.